പീഡനത്തിനിരയാകുന്ന ക്രൈസ്തവരെ സ്മരിച്ച് വാഷിംഗ്ടണിൽ പ്രാർത്ഥനാ റാലി ഒരുങ്ങുന്നു. ലോകത്ത് ഏകദേശം 340 മില്യൺ ക്രൈസ്തവരാണ് വിശ്വാസത്തിന്റെ പേരിൽ പീഡനത്തിനിരയാകുന്നത്. ഇവർക്ക് ഐക്യദാർഢ്യം നേർന്നുകൊണ്ടും മറ്റുള്ളവരിൽ അവബോധം ജനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടെയാണ് ഫോർ ദി മാർട്ടിയേഴ്സ് എന്ന സംഘടന പ്രാർത്ഥനാ റാലി ഒരുക്കുന്നത്. സെപ്റ്റംബർ 25-നായിരിക്കും റാലി നടക്കുക. വൈറ്റ് ഹൗസ് കടന്ന് JW മാരിയറ്റ് ഹോട്ടലിൽ അവസാനിക്കുന്ന റാലിക്ക് ശേഷം നൈറ്റ് ഫോർ ദി മാർട്ടിയേഴ്സ് എന്ന പരിപാടിയും നടക്കും. മതപീഡനത്തിനിരയായ ക്രൈസ്തവരുടെയും അവർക്ക് വേണ്ടി ശബ്ദിച്ചവരുടെയും സാക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പരിപാടിയാണ് നൈറ്റ് ഫോർ ദി മാർട്ടിയേഴ്സ്. ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ മതപീഡനത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഏതാണ്ട് 1000-ഓളം പേർ ചുവന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് റാലിയിൽ പങ്കെടുക്കുമെന്ന് ഫോർ ദി മാർട്ടിയേഴ്സ് പ്രസിഡന്റ് ഗിയ ചാക്കോൺ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്നതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ക്രിസ്ത്യാനികളെ വേട്ടയാടി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു റാലിയെക്കുറിച്ച് തങ്ങൾ ആലോചിച്ചതെന്നും ചാക്കോൺ കൂട്ടിച്ചേർത്തു. 2020 സെപ്റ്റംബർ 5-ന് കാലിഫോർണിയയിലായിരുന്നു ആദ്യ മാർച്ച് ഫോർ ദി മാർട്ടിയേഴ്സ് റാലി സംഘടിപ്പിച്ചത്. മതപീഡനമേൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് നേരെ മാധ്യമങ്ങളും അന്താരാഷ്ട്ര സമൂഹവും കണ്ണടയ്ക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു സംരംഭത്തിന് സംഘാടകർ തുടക്കമിട്ടത്. ലോകത്ത് ക്രൈസ്തവർ നേരിടുന്ന പീഡനങ്ങളിലേക്ക് ആഗോള ശ്രദ്ധ പതിപ്പിക്കുവാൻ ഈ റാലിയിലൂടെ സാധിക്കുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്.